ചപ്പാത്തി വേഗം പരത്തിയതാ ചുടട്ടെ. എവിടെയാ നോക്കുന്നേ? ചപ്പാത്തി പരത്ത, ചപ്പാത്തി വേഗം പരത്ത. എത്രണ്ണം പരത്തി? A B B C B B C C D D E F F C G H H I J J K K L L M N O P P Q R S T T V V V V W Yes X Y Y Y Z മിടുക്കി കുട്ടി മിടുക്കി കുട്ടി മിടുക്കി കുട്ടി അപ്പയുടെ മിക്കി കുട്ടിയാണ് മിക്കി കുട്ടിയാണ് ചിമ്മുക്കുട്ടി മിക്കിയാണ്. ഏട്ടാ എൻ്റെ ഒറ്റ തെറ്റ് പോലും കൂടാതെ ABCD പറഞ്ഞ് എൻ്റെ കൊച്ചു മിക്കിയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ നിയമത്തിനെതിരായ ഭാഗം വന്നപ്പോൾ അതിന്റെ എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചത് എങ്കിൽ ഇത്തവണ കൃഷി നിയമത്തിനെതിരെ അദ്ദേഹം എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ ഭാഗങ്ങളെല്ലാം തന്നെ വായിച്ചു തീർത്തത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലുടനീളം സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളും അദ്ദേഹം വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തു. ഇതിനു മുമ്പ് നയപ്രഖ്യാപന പ്രസംഗം 2 മണിക്കൂർ 50 മിനിറ്റ് ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. അത് കണക്കുകൂട്ടുമ്പോൾ ഈ മൊത്തം അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ ആ റെക്കോർഡ് മറികടന്നേനെ. പക്ഷേ ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വിവിധ മേഖലകളുടേത് ഓരോ ഖണ്ഡിക മാത്രം വായിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് 2 മണിക്കൂർ 10 മിനിറ്റിലാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. എന്തായാലും സർക്കാർ ഗവർണറും തമ്മിൽ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന ചില തർക്കങ്ങളെങ്കിലും പലതരത്തിൽ രാജ്ഭവനിൽ പോകേണ്ടിയും തിരിച്ചുമൊക്കെ വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു തർക്കത്തിന്റെ ലാഞ്ചന പോലും അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കണ്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗിരീഷ്, നേരത്തെ ഈ പ്രത്യേക
സഭാ സമ്മേളനം ചേരുന്നതിലടക്കം അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണോ എന്ന് പോലും ചോദിച്ചിരുന്നു. അപ്പൊ അതൊന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാർഷിക നിയമത്തിനെതിരായ ഭാഗങ്ങൾ വായിക്കുന്നതിൽ അദ്ദേഹത്തെ ബാധിച്ചില്ല. മാറ്റണം, പകരം ഡെപ്യൂട്ടി സ്പീക്കർ സഭ നയിക്കട്ടെ എന്നുള്ള ആവശ്യവും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടതും മറ്റ് അഴിമതികളുടെയും എല്ലാം പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയും ഓഫീസുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. ഗവർണർ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ തന്റെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു. 3 സമയങ്ങളിൽ ഗവർണർ ഇക്കാര്യം പറഞ്ഞപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും നടുത്തളത്തിലേക്ക് ഇറങ്ങിയും സ്പീക്കറുടെ ഇരിപ്പിടത്തിന് താഴെ വരെ വന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ സഭാ കവാടത്തിൽ സഭയുടെ മെയിൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കവാടത്തിന്റെ പടികളിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനം തീരും വരെ അവരവിടെ തുടരുകയായിരുന്നു. ആ കവാടത്തിലൂടെയാണ് ഗവർണർ പുറത്തേക്ക് പോയത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയായിരുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ അവിടെ തുടർന്നത്. അതിനിടയിലൂടെ ഗവർണർ ഇറങ്ങി വരികയായിരുന്നു. കൂടെ സ്പീക്കറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. സ്പീക്കർ രാജിവെക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആരോപണ വിധേയനായ ആൾ തുടരുന്നത് നിയമസഭയ്ക്ക് തന്നെ കളങ്കമാണ് എന്നുമുള്ള മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെയാണ് ഗവർണർ ഇറങ്ങി വന്നത് എന്നുള്ളതാണ്. തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അത്. ഗവർണർ പ്രതിപക്ഷ നേതാക്കളെ ഈ മഹാമാരി നേരിടുന്നതിൽ ഉണ്ടായ സാമ്പത്തിക പാക്കേജ് അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പര്യാപ്തമല്ല, സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം പര്യാപ്തമല്ല എന്ന ആക്ഷേപവും ഇതിലുണ്ടായിരുന്നു. അതും അദ്ദേഹം എടുത്തു വായിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിവിധ കേന്ദ്ര സർക്കാർ ഏജൻസികൾ സംസ്ഥാനത്തിന്റെ പതാക നൗക പരിപാടികളെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അന്വേഷണം വളരെ വ്യക്തമാണ്. പക്ഷേ അതിനെക്കുറിച്ച് പരോക്ഷമായി അദ്ദേഹം സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഏജൻസികൾ സംസ്ഥാന സർക്കാരിന്റെ പതാക നൗക പരിപാടികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇടപെട്ടു. അതുമൂലം ഈ ഒരു അഭിമാന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സം നേരിട്ടു എന്ന സർക്കാരിന്റെ ഭാഗവും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചു എന്നതാണ് ശ്രദ്ധേയം. ഗിരീഷ്, പ്രതിപക്ഷം ആദ്യഘട്ടത്തിലെ ബഹളത്തിന് ശേഷം പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. അതെ, ആദ്യം തന്നെ പ്രതിപക്ഷം അവർക്ക് കിട്ടിയ ഈ ഒരു അവസരം പരമാവധി ഉപയോഗിച്ചു. ഇതൊരു അഴിമതി സർക്കാരാണ്, ഈ സർക്കാർ രാജിവെക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ബഹളമുണ്ടാക്കിയത്. പക്ഷേ ഗവർണർ പ്രതിപക്ഷത്തോട് അല്പം അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. താൻ ഭരണഘടനാപരമായ ബാധ്യതയാണ് നിറവേറ്റുന്നത്, അത് നിറവേറ്റാൻ നിങ്ങൾ അനുവദിക്കണം, അത് തടസ്സപ്പെടുത്തരുത് എന്ന് അദ്ദേഹം 1-2 തവണ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. തുടർന്നാണ് ഇങ്ങോട്ട് നോക്കിയേ, ഡാഡിന്ന് വിളിച്ചേ, ആ അമ്മേന്ന് വിളിച്ചേ, ബേബിന്ന് വിളിച്ചേ, ഗുഡ് നൈറ്റ് പറഞ്ഞേ, ഗുഡ് നൈറ്റ് പറ. പിന്നെ ചിമ്മുക്കുട്ടി ഉറങ്ങാൻ പോവാന്ന് പറ, ചിമ്മുക്കുട്ടി ഉറങ്ങാൻ പോവാന്ന് പറ. ആ, ചിമ്മുക്കുട്ടി വേഗം കിടന്ന് ഉറങ്ങുവാണേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. ഉമ്മ, see you, flying kiss. Crane, Maina, Peacock,
beetroot, rose, lotus, sunflower, lily, lily, hibiscus, jasmine, അതോ ഇത് ജാസ്മിൻ അല്ലേ? ജാസ്മിൻ. ഇത് ഇവിടെ ക്രോക്കഡൈൽ, ബനാന, കസ്റ്റർഡ് ആപ്പിൾ, പൈനാപ്പിൾ, jackfruit, jackfruit, banana, apple, banana, pineapple, jackfruit, banana, custard apple, orange, custard apple, orange, pomegranate, grapes, mango, grapes, fruit, potato, cauliflower, pumpkin, onion, tomato, ഓണിയൻ എന്നാണ് പറഞ്ഞ huh? ഓണിയൻ. onion, the tomato, bitter gourd, gourd, നോക്ക് പറയാറുണ്ടേ. The lady finger, lady's finger, the carrot, chili, brinjal, drumstick, brinjal, watermelon, papaya, watermelon, watermelon എന്ന് പറഞ്ഞേ. വാട്ടർമെലൻ. ഇനി അടുത്തത്